അപ്പൊ ഗേസ് ഞമ്മക്ക് ഇങ്ങനെ അരിയാനറിയ കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് അടുക്കളയിൽ കയറുന്ന പോലെ അരിഞ്ഞാതിരോ. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 2 100 കേട്ടോ. രസം കണ്ട് വാങ്ങിയതാണ്. ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. എത്ര കുട്ടികൾ തോറ്റ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് ഞാൻ അവിടെ പോയിട്ട് കെട്ടിച്ചോടത്ത് പോയിനി. അപ്പൊ അവിടെ ഉമ്മല്ല. അപ്പൊ ഉമ്മല്ലാത്ത ചെറിയ അപ്പൊ മൈജി കയറിക്കണം. അപ്പൊ രാത്രി 10 മണിയാവും വരണെങ്കില് കള്ളന്മാരിറങ്ങിക്കണേ. ഉപ്പടെ ഭാഗം മൊത്തം കള്ളന്മാരാണ്. ഞങ്ങള് പെൽച്ചക്കൊക്കെ ഇവിടെ പേടിച്ചാണ്. കാരണം നമ്മളിവിടെ ഫുള്ള് ഓപ്പൺ ആണ്. അപ്പൊ ഓരോ പെരിയിലും മുളകും പൊടി ഇട്ടൊക്കെ പോക്കിറങ്ങിക്കണം. അപ്പൊ ഞാൻ ഒറ്റക്ക് ആ പെരിയിൽ നിൽക്കാറിന അടുപ്പിച്ച് വരാറില്ല. കുറച്ച് വിട്ടുവിട്ടാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാറ്റ് പോയാൽ വരെ അറിയില്ല. അപ്പൊ ഇച്ച് പീടിയിൽ ചെറിയ പറഞ്ഞു ഇവിടെ പോയിക്കോ, ഞാൻ 10 മണിയാകുമ്പോ വന്നിട്ട് ഞാൻ എടുത്തോളായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞ ഓൽക്കുള്ള ചായയും കടി ഇവിടെ ഉണ്ടാകും. ഞാൻ ഉണ്ടാക്കാൻ കൂടിയിരിക്കണം. അതപ്പൊ പറഞ്ഞു ഞാൻ കോഴിയൊക്കെ വാങ്ങിക്കൊണ്ടു നിൽക്കണം. അപ്പൊ നമ്മള് ഇന്നലെ മിഞ്ഞാന്നൊക്കെ പത്തിരി. അപ്പൊ ഇന്നും പാടെ പത്തിരി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാറ്. പ്രഷറിൽ തുടങ്ങി. മോയ് നോമ്പ് വെച്ചിട്ട് ആർക്കും ഉണ്ടാത്തൊന്നുമില്ല. തികച്ച സാങ്കല്പികം മാത്രം. അപ്പൊ അരിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ട് ഉള്ളിവട വാട്ടാൻ വെച്ചിരിക്കണ്. അരിയാണ് അത് അല്ലേ? ലേറ്റ് ഇടാം. അപ്പൊ എന്താ പരിപാടി വെച്ചാല് കോഴിയാണ് ആ മേശപ്പുറത്ത് കാണുന്നത്. കോഴി ഇവിടെ ഉണ്ട്. കോഴി വൃത്തിയാക്കി കഴുകി വെച്ചിക്കണ്. അതിന്റെ ഇടയിൽ വീഡിയോ ഒന്ന് കട്ടായി പോയിന്. എന്താ വെച്ചാല് നമ്മള് മീഷോന്ന് 2 സാധനങ്ങൾ വാങ്ങിയേനെ. അപ്പൊ ഇനി കഴിച്ചേനാണ്. ഒരു കഴിച്ചേനുണ്ട്. രസം കണ്ട് വാങ്ങിയാണ്. 100 ചില്ലാനുള്ളൂ. വേണമെന്നില്ലോല് ലിങ്ക് ഉണ്ട്. വന്നിട്ട് എപ്പോഴും വരുവക്കാരും ഇപ്പൊ എത്തിക്കണ വിളിച്ചിക്കണല്ലേ. ഞങ്ങള് അൺബോക്സിങ് ചെയ്യാം. അതും ഉണ്ട്. ജസ്റ്റ് മിസ്സില്ലേ ഓളെ ഞാൻ ഉള്ളി അരിഞ്ഞപ്പോ പറഞ്ഞതാ. ആദ്യം ഓക്ക് കോളന്നിട്ടോ. ഹലോ എവിടെയാണ് നമ്മളെ പെരയുടെ സ്ഥലം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അടുത്ത കോളി നിൽക്ക. അപ്പൊ ഞാൻ പറഞ്ഞേ 2 പെരീക്കാണ് ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. അപ്പൊ മൂപ്പരെന്താ ഞമ്മക്ക് തുറന്നു നോക്കാം. ഒന്നെങ്കിൽ നമ്മളെ ഒരു വള വാങ്ങിയേക്കണേ ഞങ്ങള്. 2 പാടെ ഓർഡർ ചെയ്താണ്. അപ്പൊ 2 ഓർഡർ ചെയ്യുമ്പോ 2 ഐറ്റം 100 വരുന്നുള്ളൂ. 117 100. അപ്പൊ അതാണ് ലാഭം. ഫാൻസി കൊടുക്കണം നല്ല പൈസ. അപ്പൊ പെരുന്നാളായിട്ട് ഡ്രസ്സൊന്നുമില്ല. വളയൊക്കെ പോകൂല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ കൈത്ത് കിടക്കുന്ന മലക്കെ അതാണ് കേട്ടോ. നല്ല കളർ പോകില്ല. കൊറേ കാലായി. അപ്പൊ ഇവിടെ ഉള്ളി ഇവിടെ വാടിയോണ്ട് നിൽക്കാണ്. ഉള്ളി ഞാൻ തോനരിഞ്ഞേക്കണം. നാളെ കോഴിക്കറിക്കൊന്നും അറിയണ്ടല്ലോ. ഇനി ലേറ്റ് ഇടാൻ പോയത് സിഫ്നിയാണ്. ലേറ്റ് ഇതുവരെ ഇട്ടിട്ടില്ല. എന്നാ കുടിച്ചാ പിന്നെ അങ്ങനെ പാൽവായ്ക്ക ഉണ്ടാക്കണം. പാൽവായ്ക്കില്ല സാബൂനരി കുറച്ചുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാ. ഞമ്മ സേമിയ മുന്നേക്കാക്കി ഇടാം. സേമിയത്തിന് ഇറക്കാം. അപ്പൊ ഏതായാലും ഈ അടുപ്പത്തൊന്നുമില്ലല്ലോ. ഇവിടെ നമുക്ക് അതിനുള്ള ഇത് വെക്കാം. ഒരടുപ്പുള്ളൂ ഇപ്പൊ ഓൾറെഡി. ഇനി എന്താ വെക്കാല്ലേ? കോഴിയില്ല കോഴിക്കല്ലേ. നമ്മള് ചിക്കൻ ഒന്ന് ചൂടാക്കിയ വെക്കല് പൊരിച്ചങ്ങാണ്ട്. ഇപ്രാവശ്യം ഞങ്ങള് വേണ്ട. ആദ്യമായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കി. അവിടെ അമ്മായി അറിയാം 5 മണി ആയ എന്റെ കാര്യം കഴിഞ്ഞു. 5 മണി വരെ ഞാൻ മണ്ടിപ്പായി. 5 മണി എന്ന മാതിരി തന്നെ ലാസ്റ്റൊക്കെ എത്തുമ്പോ സംഭവം ഉണ്ടാവൂല. ഉണ്ട് ഒരു നുള്ളൊരു പൊടി ഒരു അനക്കം. ഇതൊക്കെ എന്താ കാരക്ക നമ്മളെ ബക്കറ്റ് ഇട്ടിട്ട് അത് വേറെ ഉണ്ടല്ലോ കുറച്ച്. ഇനിയും ഇതല്ല വേറെ ഒന്നും പറഞ്ഞേ. കിട്ടിയില്ല. അല്ല അതില് നുള്ളുള്ളൂ. വേറെ കുപ്പിയിലും ഉണ്ടോ? ഇല്ല വെള്ളം ചൂടായോ? അതിലും ഉണ്ട് അല്ലേ? ആ സാബൂനരി ഇല്ല എന്നപ്പോ ഇപ്പൊ നല്ല ഉണ്ടായി. ഇമ്മ അരി അളക്കണ പാത്രം ഇതല്ലേ? ഉള്ളിട്ടൂല അന്ന് പൊടിച്ചാനും ഇല്ല. ഉണ്ട് പൊടിച്ചാണ്ടല്ലോ ഇവിടെ സാധനം. അല്ലെ ഗരം മസാലയും ലമ ഗരം മസാലയും ബിരിയാണി കൂട്ടും വേറെ വേറെതല്ലേ? വേറെ വേറെ അതൊന്ന് കമന്റ് ചെയ്യൂലേ. ഈ അല്ല എല്ലാത്തുക്കും ഗരം മസാല ഇടും. പക്ഷെ അതും എല്ലാതും ബിരിയാണി കൂട്ടൊക്കെ ഏകദേശം ഒരേ മാതിരി തന്നെയാണ്. ആ പൊടിച്ചാ പോരെ. ഈ ചെറുതേ ചാറ് ഒന്നും കാട്ടിട്ടില്ല. ഈ പൊടിച്ചാ വെള്ളം കളിക്കണ്ട. ടൈം എത്ര ടൈം എത്ര ആയോ? 5:15 അല്ല ബിരിയാണി വരെ ഉണ്ടടി. ഇല്ല ഇല്ല വെച്ചെന്തേലും ഒന്ന് കാട്ടിയത്. കായം ചന്യായ ഇപ്പാക്ക് വീണിട്ട് നാള് മുന്തിരിയോ കേടുന്നു. ഇല്ലത് പൊടിച്ച അതൊക്കെ ബിരിയാണി ഒക്കെയാണ്. എണ്ണക്കടിയാണോ? വണ്ടി വന്നിക്കണ്.
പോയോക്ക് ആ പേക്ക് ഇവിടെ ഇല്ലമ്മ. ഇവിടെ ഇങ്ങനെ കൊറേ കണ്ടേനി. നമ്മളെ ഉള്ളി ഇതൊന്ന് വാടിയ മാറ്റി തക്കാളി ഇട്ട് കടി തുള്ളി നമ്മക്ക് ഓവറായാണ്ട് ഞാനൊക്കെ അരിഞ്ഞ് സെറ്റ് ഉണ്ടാക്കി അല്ലേ? ആണ്. അങ്ങനെ നമ്മളെ പാൽവായ്ക്ക ഉണ്ടാക്കാൻ വേണ്ടി സാബുനരെ കൈക്കിട്ടിരിക്കണം. ഒന്ന് ചെറിയ വേവായി വരട്ടെ. സാമിന് അവിടെ നല്ല ഇതില് നിക്കുന്നുണ്ട്. അപ്പൊ അവളെ കാട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. വിദേശം അത് കിട്ടമ്മ. ചതവ് ഒന്ന് വാടിയിട്ട് നമുക്ക് മസാലകൾ ഇടാം. പാൽവായ്ക്കുള്ള പായം നെയ്യ് എന്താവല്ല അണ്ടിപ്പരിപ്പിനൊക്കെ നല്ല വില. എന്നാലും എടുത്തുവെച്ചിട്ടാണ് ഇപ്പൊ അത്രയിലും ഇവിടെ കിട്ടിയത്. ഇവിടെ സേമിയോ സാബൂനരൊക്കെ ഇവിടെ വേവിച്ചങ്ങാട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് പാലും വണ്ടി വന്നിട്ടില്ല. എല്ലാ പാലും ഇതിലേക്ക് പാറി നിക്കണ്. ഈ പാലും വണ്ടി വന്നിട്ട് ബാക്കിയില്ല പാലുമാട് അതേപോലെ പൊടിച്ച് പൊടിച്ചിട്ട് അമ്മക്കൊക്കെ എപ്പോഴും കടിച്ചാൻ കിട്ടും. പിന്നെ ബിരിയാണിക്കുള്ള ചിക്കൻ ഇവിടെ ചിക്കൻ ഇവിടെ ഒന്ന് തവാൻ വെച്ചേക്കണ്. ഞാൻ ചോറ് അടുപ്പത്തുണ്ട്. ഇതെന്താ മൂടിയേക്കാത്തമ്മ? ചോറ് മൂടി വെച്ചിട്ടില്ല. ചോറ് പറ്റിച്ചങ്ങാണ്ട് നമുക്ക് ചിക്കൻക്ക് ഇടാം. എവിടെ മൂടി? ഇത് വിളിച്ച് ആള് നിക്കണേ. കൊറേ നേരം ആളാണ് പറഞ്ഞ് നടക്കണേ. ചോപ്പർ ഉള്ളിയൊക്കെ കട്ട് ചെയ്യൂലേ? അതാണ് എന്റെ ചോപ്പർ. ഇതെന്താ കഴിച്ചേനോ? ഒന്നെത്തിട്ടുള്ളൂ അല്ലേ? എത്രയാണ്? 297 സാധനം. ഇതെങ്ങനെ ഉണ്ട് നോക്കാൻ വാങ്ങിയതട്ടേന്. വീഡിയോയിലെ കാണുമ്പോ ഉള്ളി ഇങ്ങനെ ക്രഷ് ചെയ്യുമ്പോ നല്ല രസം തോന്നിട്ട് വാങ്ങി. അങ്ങനെ ഉണ്ടോക്കിട്ട് അതിനിപ്പോ എത്ര? 110. നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. കട്ട്ലറ്റ് ഒന്നും ഉണ്ടാക്കില്ലല്ലോ. അരിഞ്ഞുള്ളി കുറച്ചുണ്ടായല്ലോ. അത് ബിരിയാണിക്ക് ഇതാക്കാനേ വാട്ടാനേ ലാസ്റ്റ് അത് ചോപ്പ് ചെയ്യാൻ പറ്റും. ആര്? തൈര് തൈർക്ക് ഒരു ഉള്ളി തൈര് ഞാൻ പൊട്ടിച്ചട്ടെ. എവിടെ ഇത് പൊട്ടിക്കൂ? കത്തിയടണ്ടേ? പയം മാണടി. പയം നല്ലോമാണ്. കൊറേ ഉണ്ട്. ഒരു പയം പാടിട്. ഇതിനാ പിസ്കണ്. തിന്നാൻ എത്ര ആളുണ്ട് ഇവിടെ? കുട്ടിനായിട്ട് പോയപ്പോ 3 കിലോക്ക് 50. അയ്യോടി 100 റുപ്യക്ക് പയം വാങ്ങിയതാണ്. പയത്തിന് തിന്നത് തടി എന്നാവോ? പാൽവായക്ക ഉണ്ടാക്കാറുണ്ടേ. മാണെങ്കി ഇട്ടാ മതി. അല്ലെ പയടണ്ട. ചെയ്യാനായപ്പോ ഞാൻ പറഞ്ഞ പിന്നെ പാൽവായക്ക ഉണ്ടാക്കിയല്ലേ. വിഷയം മാറ്റില്ല. പൈസ ഇടാണ്ട് കേട്ടോ. എത്ര? പൈസ കാര്യത്തില്ലേ? 8 ഓർഡർ ചെയ്തപ്പോ വില കണ്ടിട്ടല്ലേ ഓർഡർ ചെയ്തേ. എത്ര ചോർമല? 100. അതിലുണ്ടല്ലോ വില കയ്യിലുണ്ട്. നീ ആ പൊട്ടപ്പെടാൻ ഇരിക്കാനും നിൽക്കാനൊന്നും ഇല്ല കേട്ടോ. ഞാൻ അത് പൊട്ടിച്ചാട്ടോ. കമോൺ. ഞാൻ അമ്മാനോട് വേണം വെച്ചപ്പോ അമ്മക്ക് വേണ്ട. ഇന്നാളെ ഞങ്ങള് ജാംജൂക്ക് പോയപ്പോഴേ അവിടെ പക്ഷെ കടയിലൊക്കെ വില കൂടുതലാണ്. നോക്കി ഒറ്റ ചാക്കം. ആണോ? വെല്ല വെച്ചോ? പാകത്തിന് പൊട്ടിയില്ല. എങ്ങനെയുണ്ട്? നല്ല അറിയണം. അതറിയില്ലല്ലോ എനിക്ക്. ഇതാ വെക്ക് ഇതിന്റെ ഉള്ളിക്ക്. ഇങ്ങനെ അല്ലടി. എങ്ങനെ ഈ സാധനം ഒരിതുണ്ട്. ഇതിങ്ങനെ അങ്ങനെയൊന്നല്ല എടുക്കാതെ. ഇത് ഇങ്ങനെ ഇനി ആ മൂട് ഇനി മൂട് ഇതിലോട്ട് ഇനി ചോപ്പ ഇങ്ങനെ അമർത്ത്.
ഇതിടണ്ടേ? അതിടണം. എന്നിട്ട് ഇങ്ങനെ ഇത് പൊന്തും. ഇത് പൊന്തിച്ചാ മേപ്പിട്ട് അതിങ്ങനെ രണ്ടെണ്ണം കോമ്പോ ഉണ്ട്. ഇനി അങ്ങ് വാണ വെച്ചപ്പോ നിങ്ങക്ക് വേണ്ടായിരുന്നില്ലേ? അപ്പൊ ഞാൻ കോമ്പോ ഉണ്ടേനി. കോമ്പോ എത്ര? അതിന് 100 ചില്ലാനുള്ളൂ. അത് പക്ഷേ ഈ ടൈപ്പ് അല്ല, വലിച്ചണ ടൈപ്പ് ഉണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ കാട്ടിയാ മതി. മറ്റേത് ഈ വലിച്ചണ ടൈപ്പ് അപ്പൊ ഇത് ഒന്നായിട്ട് ഇട്ടാതെ കേക്കിട്ട് അല്ല. രണ്ട് എടി കൊറച്ച് ചൊറക്കില്ല സവാള എടുക്കടി. നല്ലതാണേ. എടി തൈരിക്ക് ഒന്നൊന്നാവൂല. തൈരിക്കില്ല ഉള്ളിലേക്ക്. ആ തൈരിക്കില്ല എടുക്ക്. ചെറുത്ത് ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഇവിടെ എന്തൊക്കെ ചെയ്യാണ്ട് ഞാൻ TV കണ്ടിരുന്നല്ലാതെ ചെയ്യാനൊന്നുമില്ല. ഇത് ഇച്ചിലാക്കിയാലോ അപ്പൊ അപ്പൊ അതല്ല അർത്ഥം ലോക്ക് തുറക്കും. ഇതാക്കിയാലോ അർത്ഥം ഇത് കേക്കണ്ടേ? ആ കേക്ക് വെയിലൊക്കെ നല്ല മൂർച്ചം കിട്ടും. സംഭവം നല്ല മൂർച്ചം കിട്ടും. തട്ടില്ല തട്ടിലേക്ക് നല്ല മൂർച്ചുണ്ട്. ആ കേക്ക് ഉള്ളി ഒന്നിട്ട് ആക്കിയത് ക്യാമറ ആക്കണേ ആ പാത്രം. ക്യാമറ വരുന്നതേ ഓൾ എന്നെ പറഞ്ഞത് കാര്യമല്ല. ഓൾ സ്റ്റാൻഡ് വരുന്നത് ഈ പാത്രത്തിന്റെ അതാ പാത്രത്തിന്റെ ഇവിടെയാണ്. അപ്പൊ ഒരു ക്യാമറ വെച്ചിട്ട് കാണില്ല ചി. അപ്പൊ ഞാൻ ഓൾക്ക് നല്ലതാണോ സത്യമാണോ എന്ന് ഞാൻ സത്യമായിട്ട് റിവ്യൂ അറിയിട്ടോ. തമിഴ് അങ്ങനെ തോന്നിയൊന്നും പറയില്ല. നമ്മള് വളം കാട്ടി കൊടുക്കണ്ടേ ഓൾക്ക്? ഉള്ളിയൊക്കെ ആക്കി കൊടുത്തിട്ടേ ഓള് ഉള്ളി വരും ഇപ്പൊ. ഇതിപ്പോ കാണുന്നുണ്ടോ? ഫോൺ അങ്ങോട്ട് മേലെ കളിക്കാൻ അടി കാണില്ല. ഇത് മുറിച്ച് നാട്ടിൽ മുറിച്ചാണ്ട് ഇത് വാങ്ങിക്കണേ. അല്ല നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടൂലല്ലോ. അങ്ങനെയല്ല പൊട്ടത്തിയെ 4 കണ്ടാക്കി അതില് നല്ല പച്ച 2 പടം മുറിച്ചാ പോലെ തൈരിന് കടലറ്റിനോ എത്ര നേരം ഇരുന്ന് ഇവിടെ അരിഞ്ഞു. ഇപ്പൊ ബിരിയാണിക്ക് കടഞ്ഞില്ലേ? നല്ലതാണോ കേട്ടോ? നല്ലതാണെങ്കിൽ തന്നെ ഓർഡർ ചെയ്യും. ഇവിടെ പൈസ അല്ലെങ്കിൽ ആ പൈസ ഇനി വാങ്ങി പൈസക്ക് ഓർഡർ ചെയ്യും. ഉമ്മാക്ക് വേണ്ട സാധനം നല്ലതാണെങ്കിൽ ചോദിച്ചതാണ്. ഇനി നമ്മളിതിപ്പോ ഈ കിട്ടുകണെങ്കിൽ സത്യം നില തട്ടേണ്ടത് നേലല്ല കുരുണ്ടാവിടെ. ആ കുരും കൊടുത്ത് ചെരിവുണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ചെരിഞ്ഞ ബ്ലേഡ് അങ്ങോട്ട് കൊണ്ടൊക്കെ നിൽക്കും. ഇനിയിപ്പോ ഇതിനെ എങ്ങനെ നേരാക്കുക? ഇനിയിപ്പോ ഇതിനെ എങ്ങനെ ദൂര് കൊട്ടാടിയേ ഞാൻ പൊട്ടിച്ചത് പൈപ്പാണ്. കുറച്ച് വേജാറ് കൂടുതലുണ്ട്. ആന്റിന്റെ ഇത് കിട്ടോ ഇല്ല ആയിട്ടില്ല. നമുക്ക് കൊടുത്തി. അയ്യോ കുരു ശരിയില്ല. കുരുവിന്റെ ചെരിവുണ്ടാക്കാൻ മതിട്ടോ. അതങ്ങനെ ഞങ്ങൾക്ക് നീണ്ട സാധനം മതി. മറ്റേത് ഇത്ര ടൈം വേണ്ട. ആദ്യേ ഈ കുരു വേണ്ടി ആദ്യം ഉള്ളി നിലത്തൊക്കെ ഉള്ളിട് ഇപ്പൊ പയം നടത്തി കൊടുത്തിട്ടോ. ഇപ്പൊ കഴിഞ്ഞു. നല്ല വലിച്ചുള്ള സമയത്താ വലിച്ചാ മതി. അപ്പഴേ കുരു ആദ്യം ഉള്ളി ഇടുമ്പോ അതൊന്നും കുഴപ്പമില്ല. ആടുമ്പോ ഇത് ശരിയാണ്. എനിക്ക് പിന്നെ ഒന്നും കുഴപ്പമില്ല. സംഗതിക്ക് അണ്ടിയാടെ അണ്ടി പൈപ്പ് ഇതാക്കണ ആ സ്റ്റാൻഡിന്റെ മേലെ കച്ചിന്റെ മേലെ ഇതിപ്പോ ഞാനായിരുന്നു തോട് പോയി. എന്താ ഇങ്ങനെ എത്രയാണ്
കൊറേ മാറ്റിപ്പൊടി നിലത്ത് ടൈൽസുമൊക്കെ അങ്ങനെ ആവേശം ഓള് ചേച്ചിങ്ങളുടെ കാക്കുണ്ട്. ഇത് ഒരു 1 ml ചോപ്പറായിട്ടേക്ക് ചെറുത് മതി, എന്നാ പെട്ടെന്ന് ആൾക്കാര് ഉള്ളു കൂടെ എവിടൊക്കെ കട്ട് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വല്ല പമ്പുണ്ടെങ്കിൽ സൈക്കിളിന് കാറ്റാണ്. മുറിയുണ്ട്. അപ്പൊ ഗേസ് ഞമ്മക്ക് ഇങ്ങനെ അരിയാനറിയ കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് അടുക്കള കയറുന്ന പോലെ അരിഞ്ഞാതിരക്കാറുണ്ട്. അതെന്താ അതിനെന്താ പറയാ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് അല്ല തോനുള്ളിയൊക്കെ കഴിയുമ്പോ ഒറ്റ പ്ലേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് പോവും. എന്താ സംഭവം ഇത്? അതുണ്ട് ഈ ഓംപ്ലേറ്റ് ഉണ്ടാക്കുക, കട്ലേറ്റ് ഉണ്ടാക്കുക. ഇതേ വലിപ്പം കൂടിയോണ്ടാണോ? അമ്മായിമാര് പെരിയിലില്ലാത്തവർക്കൊക്കെ പറ്റൂട്ടോ. മാപ്പിളൊക്കെ കൊടുക്കുമ്പോ ഒന്നായിട്ട് ഉള്ളി ഇങ്ങനെയൊക്കെ കാരം കിട്ടുക. തോനുള്ളിട്ടോക്ക ഒരു ദിവസം ചിലപ്പോ തോനെ പറ്റുവെക്കാരം. കാരണം ബ്ലേഡ് അടിയത്തെ മാത്രല്ലേ തട്ടണുള്ളൂ, മേലത്തെ വർക്കിംഗ് അല്ലല്ലോ. ആക്രാന്തം കാട്ടിട്ടേ വലുത് ഓർഡർ ചെയ്തതാ. ഇത്ര വലിപ്പാണ് ഈ കറക്റ്റ്. അപ്പൊ ഇത് പാളിയിട്ടൊന്നും ഉണ്ടാവൂല, കാരണം ക്വാണ്ടിറ്റി കുറഞ്ഞതാവും. ഒന്നുകൂടി ആക്കി നോക്ക്. ഇതിന് തിരിച്ചാനൊക്കെ ഉണ്ട്. ഒന്ന് ലോക്ക് ആക്കാന്ന്. ലോക്ക് അല്ല ഇതെങ്ങനെ ഊരിയ? അതൊന്നും അതൂല്ലേ ചതുരുമ്പോ എന്തോ ഒരു മാതിരി പൊട്ടിച്ചാലേ ഓക്കെ. ചോപ്പറൊക്കെ ആയില്ലേ, ഇനി പഞ്ചത്തിനൊന്നും വേണ്ടി വരൂല. ചോപ്പറായിട്ട് പിന്നെ ആ ചോറ് ആയി നോക്കി. ഇതൊന്ന് തീരുമാനാക്കട്ടെ. നമ്മൾ സമാധാനല്ല പൈസ കൊടുത്ത് വാങ്ങിയാണ്ട്. ബന്ധോ നാസിപ്പിച്ചല്ലോ. അവിടെ ഇരുന്ന് ആക്കിക്കോ. വായിക്ക മതി ബന്ധു. അങ്ങനെ നമ്മൾ ചോറ് വയ്ക്കുന്നത് വേഞ്ഞ് ദമ്മിടാല്ല പരിപാടിക്ക് തുടങ്ങും. ഞാൻ അതിക്ക് വേഗം വാരിയിട. ഇത് കോഴി നമ്മൾ പൊരിച്ചിട്ടില്ലല്ലോ, അത് വേഗണ്ടേ. പാത്രം വേണ്ടേ? അടിയില് കുഴപ്പമില്ല. എന്നിട്ട് എന്തായി? അപ്പൊ ചെനക്ക് ചേച്ചെന്താ? കുട്ടികളെ കളി സാധനം സാധനേ സെറ്റാ കുറച്ചേരം ഇരിക്കണമെന്നുള്ളൂ. കണ്ടോ? അപ്പൊ ഇങ്ങനെ ആയി ലാസ്റ്റ്. സാധനം നല്ലതാട്ടോ. അപ്പൊ ഉള്ളിന്റെ കുറവാണ്. കൊറച്ചേരം മെനക്കിടണല്ലേ? കൊറേ ഉള്ളി വേണല്ലേക്ക്. അതാ തോന്നുന്നുണ്ട്. ഇവിടെ നമ്മളെ ഐറ്റം ഉണ്ടല്ലോ അല്ലേ. അപ്പൊ ഉമ്മ ഇവിടെ ചോറ് ഏതായാലും അതിക്ക് ദമ്മിടാന് ഇതാക്കട്ടെ. ബിരിയാണി മരുന്ന് അവിടെ പാൽവായക്കന്റെ പയ എടുത്തോ. പയോ? കിട്ടോ. പക്ഷെ പാത്രം മാറ്റണ്ടേ, ഇപ്പൊ തന്നെ നിറഞ്ഞിക്കണേ. നമുക്ക് പാല് വന്നിട്ട് ഇനി ബാക്കി ബിരിയാണി മരുന്ന്. അപ്പൊ അവിടെ ചോറ് അങ്ങനെ ദമ്മാക്കട്ടെ. എങ്ങനെയുണ്ട് പാൽ വായിക്ക? സെറ്റ്. ഞാൻ ഉണ്ടാക്കിയാണ്. ഇജ്ജ് പായ ഉണ്ടാക്കി, മറ്റേ ഞാൻ ഉണ്ടാക്കി. അപ്പൊ രണ്ടുപേരും ഉണ്ടാക്കിയതാണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി. പായോ? പായ ഇജ്ജാ ഉണ്ടാക്കല്? നീ കുട്ടി വന്നിട്ട് ഈ സമയ കാട്ടിക്കണോ? എന്താ കിട്ടോ? നിലത്ത് കിട്ടാനും മാണ്ടില്ല. ആ പാൽ എന്തായാലും ഒരിക്കലും കിട്ടും പറഞ്ഞാൽ കുഴപ്പമില്ല. രസമില്ലെങ്കിൽ പറയാ ചട്ടിന്റെ മൂടയില് തട്ടിക്കണ. അപ്പൊ അതിന്റെ ചോയും പുളിയൊക്കെ ഉണ്ടാവും. പഞ്ചസാര നമ്മളെ വാളെ ചെങ്ങായി അതിന്റെ അടിയിൽ നീച്ചിക്കണ്. അപ്പൊ നമ്മൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സൂപ്പർ രസമുണ്ടോ? ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 2 100 കേട്ടോ. രസം കണ്ട് വാങ്ങിയതാണ്. ആടി 100 കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഇത് കാണണമെന്ന് അറിയില്ല. ഇത് മീഷോന്റെ പ്രൊമോഷനൊന്നല്ല. സാധനം 2 ഒപ്പം വന്നാട്ടോ. എന്നിട്ട് ഇത് കുടിച്ച ഇട്ടൊക്കെ സാധനം കച്ചുമിട്ടൊക്കട്ടെ. ആ ഭംഗി അറിയണ്ടേ. ഇത് സൈസ് കൂട്ടും കുറക്കൊക്കെ ചെയ്യല്ലേ? ഓല് ഇങ്ങനെ കാട്ടിയിരിക്കുന്നത് ഇങ്ങനെ
മറ്റേ കൈ വെച്ച് ലൂസാ. ഇതാണ് സാധനം. ഇതിന് വരുന്നത് എത്ര അറിയോ? 100. ഇതിന്റെ റേറ്റ് വരുന്നത് 2 130 130 ഉള്ളൂ. ഇത് മറ്റേ ഈ മോഡലായിട്ട് അടുപ്പിച്ചിടി. മറ്റേ ഈ മോഡൽ വരുന്ന വെച്ചാല് ഇതിന്റെ കയ്യുമ്മ തന്നെ ഇടാം. ഇത് പറയുന്നത് ഇതാണ് മറ്റേ ജ്വല്ലറിയിലൊക്കെ നമ്മളിങ്ങനെ കാണാം. പക്ഷെ പീടിയിലൊന്നും നമുക്ക് ഈ മോഡൽ കിട്ടലില്ല. ഇല്ലല്ലോ. ഇവിടെ ഇങ്ങനെ കൂട്ടണം കൊടുക്കണം അങ്ങനെ. ഓളതും ഇതേമായി തന്നെ രസമുണ്ട് അല്ലേ? രണ്ടാളും എന്താ അറിയോ, വേറെ വേറെ ഓർഡർ ചെയ്താലും ഓൾക്ക് വന്ന് കഴിഞ്ഞാല് ഇന്ത്യയുമൊക്കെ നല്ല കണ്ണുണ്ടാവും. ഇന്റത് മാണ്ടിയത് പിന്നെ കണ്ണും മോടും കണ്ടപ്പോ ഇന്തും അതൊക്കെ വെറുതെ പറയാട്ടോ. ഇന്റതാ രസം എന്ന് അറിയാം. അവിടെ എന്റെ രസം ഉണ്ടാവില്ല. ഇനി ഇങ്ങോട്ട് കൂടി. ഇനി ഇത് ഓളതും ഇതിൻ്റെതും ഉണ്ടോ? ഇതാണ് നമ്മളെ രസമുണ്ട്. 130 2 ലാഭാട്ടോ. എങ്ങനെയുണ്ട് അത്? 130 2 ഇതിടും നിങ്ങള്? ഇമ്മേ പൊള്ളന്നല്ലേ ഇത് അത് കൂട്ടാ. പെട്ടി ഉണ്ടല്ലേ? പെട്ടി നോട്ടെ. അവന് കാർഡാക്കാനേക്കാരോ ഇത് പാത്തൊക്കെ ഉണ്ട്. അപ്പൊ നല്ലൊരു പെട്ടിയും കാര്യമൊക്കെ വന്നിക്കണേ. ഇത് ഞാൻ റീലിടാൻ നോക്കണേ. കാരണം അന്ന് മീശോ ഇട്ടപ്പോ കുറച്ച് ഐറ്റംസ് ഇടുമെന്ന് ചോദിച്ചിന്. അപ്പൊ ഞാൻ അത് റീലാക്കി ഇനി ലിങ്കും കാര്യമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടത്. ഒരു കഴിച്ചതിനും പാടെ ഞങ്ങൾ 2 ആളും ഓർഡർ ചെയ്തിക്കണ്. 3 അല്ലേടി? 3 150 ആവുമ്പാടെ കിട്ടുകയാണെങ്കിൽ ഞാൻ നോക്കട്ടെ. ഞാൻ റീൽ ചെയ്തിട്ട് ഇതാക്കണ്ട്. പാല് വന്നുട്ടോ. അപ്പൊ പാത്രം മാറ്റി 2ാമത്തെ പാത്രത്തിലും കൊള്ളണില്ല. എങ്ങനെയുണ്ടാ? രസല്ലേ? ഇത് തൂമിച്ചുണ്ട്. ഇത് തൂമിച്ചുവോ? ഇട്ടുക്കണോ? അപ്പൊ നമ്മളവിടെ നാരങ്ങ വെള്ളം സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിക്കണ്. നാരങ്ങ വെള്ളം എല്ലാം ഒരുക്കി വെച്ചിക്കണ്. വത്തൊക്കെ മാത്രമേ ഉള്ളൂ. നാരങ്ങ വെള്ളം കാരക്കില്ലമ്മ. അങ്ങനെ നമ്മളെല്ലാ ചോറായി. മറ്റൊന്നും എണ്ണക്കറി ഒന്നും ഉണ്ടാക്കിയില്ല. പാൽവായൊക്കെ നാരങ്ങളും വത്തക കാരൊക്കെ ഉള്ളു കേട്ടോ. അപ്പൊ ഇങ്ങീക്കണേ ഞാന് ആ മീശോത്തെ സാധനത്തിന്റെ പ്ലേറ്റ് നല്ല സമ്മാനം കിട്ടി. വേറെയായി ഞാൻ കേക്കിയതാണ്. ഞാൻ പറഞ്ഞ ബ്ലേഡ് എല്ലാം മുറിച്ചുണ്ട്. അപ്പൊ ജില്ല പറഞ്ഞു. ഞാൻ തിരിച്ചാണ് കേക്കിയത്. കയ്യിൽ വന്നിട്ട് കറങ്ങി ഇവിടെയാണ് വരഞ്ഞു ആകെ ചോരക്കളി. നല്ല സമ്മാനം കിട്ടി. പിന്നെന്തൊക്കെ? 6:26 ആയിട്ടുള്ളൂ. അപ്പൊ നമ്മള് ബാഗ് കൊടുക്കാൻ റെഡി ആയി. 26 ആയിട്ടുള്ളൂ. നേരണ്ടേ സമയമുണ്ട് ഇനിയും. ഇതിനെ കണ്ടില്ല ഇവിടെ നോമ്പറക്കാൻ കുത്തിരിക്കണേ അല്ലേ? കുട്ടികൾക്ക് ഇപ്പൊ നൈസറിന്ന് തിന്നാൻ കൊടുക്കുമ്പോ പറയണേ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾക്കൊക്കെ നോമ്പാണ് അറിയാം. ഓലെ ഞാൻ ഓർക്ക് കൊടുക്കൂല വിചാരിച്ചിട്ടേ. ബിരിയാണി അങ്ങനെ അവിടെ സെറ്റായി. ബിരിയാണി എല്ലാം അടിപൊളിയായി. പാകത്ത് വേവക്കായി കിട്ടിയിരിക്കണം കേട്ടോ. അതേപോലെ ചിക്കൻ ഇവിടെ ഇരിക്കണേ. ചോറിനല്ലേ മാ? അപ്പൊ ഞങ്ങൾ ചോറിനട്ടെ.